അതിനകത്ത് പണ്ട് കാലത്തിനകത്ത് മംഗല്യം കഴിക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ട് കാണുന്നത് താലിക്കാണ്. താലി ഇവിടെ ധാരിക്കുന്ന ഒരു ധർമ്മമുണ്ട്. ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരന്മാര് അത് കുടികൊള്ളുന്നതായിരിക്കുന്നതായ ഒരു ആകൃതിയാണ്. ആ ആകൃതി എന്താണ്? നിങ്ങളെ ആലിലയാണ്. അത് സത്യവചനമാണ്. ആലിലയാണ് താലിയുടെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ആകൃതി എന്ന് പറയുന്ന ആലിലയാണ് അല്ലെ? ഇപ്പോഴോ ഇപ്പോഴാരെങ്കിലും ആലിലയുടേതായിരിക്കുന്ന താലി അണിഞ്ഞവരുണ്ടോ? എന്റെ വൈദ്യങ്ങളോ? അങ്ങനെ അവൻ നോക്കിക്കാണുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് അല്ലെ? എന്നിരുന്നാലും അന്ന് താലിക്കാണ് പ്രാധാന്യം അല്ലെ? താലിക്കാണ് പ്രാധാന്യം അല്ലെ? കാണാൻ സാറേ ഇങ്ങോട്ട് വാ അല്ലെ? ദൂരെ നിൽക്കല. താലിക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നതായ ഒരു കാലമാണ്. എന്നാൽ ഇന്ന് താലിയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? അതിന്റെ ചെങ്ങലിയിലാണ്. ഇന്ന് പ്രാധാന്യം താലിയെ പരിമിതപ്പെടുത്തി അല്ലേ? താലിയെ പരിമിതപ്പെടുത്തി എന്നിട്ട് എതിന് വണ്ണം കൂടി? ചെങ്ങലകൾ ബന്ധനം കൂടി. അപ്പോഴെന്തായി? ബന്ധങ്ങള് അല്ലെ? ബന്ധങ്ങള് നഷ്ടപ്പെട്ടു പോയില്ലേ? ഇല്ലേ? ബന്ധങ്ങള് താലിയുടെ മഹാത്മ്യത്തെ അറിയാതെ കൊണ്ടും ചെങ്ങലക്കാണ് അതിന്റെ മഹാത്മ്യം എന്ന തിരിച്ചറിവോടുകൂടി താലിയെ കുറച്ചു കാണുകയും ചെങ്ങലയെ അതാണ് അതിമനോഹരമെന്ന് കണ്ടുകൊണ്ട് അതിനേറെ പ്രാധാന്യത്തോടുകൂടി ബലപ്പെടുത്തി എടുക്കുമ്പോൾ അല്ലേ? അതിനെ ഏറെ പ്രാധാന്യത്തോടുകൂടി ബലപ്പെടുത്തി എടുക്കുമ്പോൾ ഒന്നുമില്ലാത്തവർ എന്ത് ചെയ്യും? കടം വാങ്ങിയായാലും അല്ലേ? കടം വാങ്ങിയായാലും അപ്പോൾ പ്രയാസപ്പെട്ടു പോകും അല്ലേ? അന്ന് ചരടിലാന്ന് താലി അല്ലെ? വിധങ്ങളിൽ എങ്ങനെയാ മംഗല്യം കഴിഞ്ഞത്? കേൾക്കേണ്ട മൊഴിയാ ചരടിലാണ് മംഗല്യം. അന്ന് താലിക്ക് മഹാത്മ്യം ഉള്ളതായിരിക്കുന്ന ഇന്ന് മംഗല്യത്തിന്റെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ചെങ്ങലയിലാണ്. താലിയുടെ മഹാത്മ്യത്തെ കുറിച്ച് ചെങ്ങലയുടേതായിരിക്കുന്ന ബന്ധനത്തിനകത്താണ് എന്ന് ഏറെ മംഗളകരമായിരിക്കുന്ന കൊണ്ടക്കൂട്ടുന്നതായിരിക്കുന്ന മുഹൂർത്തങ്ങൾ അല്ലെ? എന്നെ കാരണസ്ഥാനം നോക്കൂ. എവിടെയാണ് ഞാൻ ഈ മംഗല്യ മുഹൂർത്തങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ ഇവിടെ വേണം